ചില നടിമാർ പറയും എനിക്ക് ഇന്ന മേക്കപ്പ് മാൻ മതി, അല്ലെങ്കിൽ ഇന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, അത് മെയിൽ ഓർ ഫീമെയിൽ, അല്ലെങ്കിൽ ഇന്ന ഹെയർ ഡ്രസ്സർ മതി. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് ഇഷ്ടമുള്ള ഒരു ഹെയർ ഡ്രസ്സറെയോ ഒരു മേക്കപ്പ് മാനെയോ അവർക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രമുഖരാണ്, എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന കോസ്റ്റ്യൂമർ മതി, അവരാണ് എനിക്ക് കറക്റ്റായിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തരുന്നത്. ഈ ഇന്ന ഹെയർ ഡ്രസ്സർ അവർ മനോഹരമായിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത്, ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ അവരഭിനയിക്കുന്ന സിനിമകളിലെല്ലാം അവരായിരിക്കും. അപ്പം മറ്റവർക്ക് പണിയുണ്ടാവില്ല. അതൊക്കെ പ്രമുഖർ തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ ഡബ്ബിങ്ങിൻ്റെ ഞാൻ പറയാം, നായിക ശബ്ദം മറ്റുള്ളതിലൊന്നും ഇവരാരും ഇടപെടില്ല. അതായത് നടന്മാർ അവർ പറയാറുണ്ട്, അവരുടെ ശബ്ദം വേണ്ട, നായികമാരുടെ വേണ്ടി പറയും. ആ നായിക പോലും ചിലപ്പോൾ അങ്ങനെ പറയാറില്ല, പക്ഷെ നടന്മാർ പറയും. അത് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു നടൻ തന്നെ എൻ്റെ ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവർ വേണ്ട, നമുക്ക് അവർ വേണ്ട ഒരുപാട് സിനിമകൾക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ പിന്നെ അതൊരു വലിയ വിഷയമാക്കാതെ ഓക്കെ അതിനെന്താ എന്ന് പറഞ്ഞ് ഞാനിവിടെ വേറെ പടം ചെയ്യാതിരിക്കുന്നുണ്ടോ, ഞാൻ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അതിനൊന്നും നമ്മൾ കൊടി ഉയർത്തി ഇതിൻ്റെ പിന്നാലെ ഒന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ നായികയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഇവിടെ ശബ്ദം കൊടുക്കുന്നത്. നായികയ്ക്ക് അവിടെ ഒരു വോയിസും ഇല്ല. ആ സിനിമയിലെ നായകനാണ് തീരുമാനിക്കുന്നത് ആരാർക്ക് എന്ത് ശബ്ദം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതൊരു പവർ ഗ്രൂപ്പിന്റെ ഓരോ ഇതെന്ന് പറയുന്നത് തന്നെ. പവർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, പവർ ഗ്രൂപ്പിൽ സ്ത്രീകളുടെ റോള് താരതമ്യേന കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. കയറി നിൽക്കുന്ന തീർച്ചയായിട്ടും പുരുഷന്മാർ തന്നെയാണ്. ഈ സ്ത്രീകളാണെ പോലും, സ്ത്രീകൾക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞു പുരുഷന്മാരെ നായകനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ അവർ അല്ലെങ്കിൽ ഒരു വോയിസ് ഉണ്ടാവില്ല. എന്നിരുന്നാൽ കൂടെ അവരുടെ കൂടെ അഭിനയിക്കുന്ന ബാക്കി കോ ആർട്ടിസ്റ്റുകൾ അവരാരൊക്കെ വേണം, അല്ലെങ്കിൽ എനിക്കിപ്പം ഒരാളുമായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല, അപ്പൊ എൻ്റെ സിനിമയിൽ അവരാണ് എൻ്റെ സിസ്റ്ററായിട്ടോ എൻ്റെ ഫ്രണ്ടായിട്ടോ വരുന്നതെങ്കിൽ അങ്ങനെയും അവരവിടെ ചെയ്യിക്കാറുണ്ടാവും അല്ലേ? ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ആ സിനിമയിൽ വെക്കാൻ പാടില്ല അല്ലേ? നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ പ്രേം നസീർ സാറിൻ്റെ കാലത്തൊക്കെ നസീർ സാറ് ഷൂട്ടിംഗ് സെറ്റിൽ പോയിരിക്കുമ്പോഴാണ് ഓരോ ആർട്ടിസ്റ്റിന് ഇതിലേത് കഥാപാത്രമാണ് ചെയ്യുന്നത് എന്ന് സാറ് ചോദിക്കുമ്പോഴാണ് സാറിന് അറിയുന്നത് സാറിൻ്റെ അനിയത്തിയായിട്ട് അവരാണെന്ന്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇവർ പറയും എൻ്റെ അനിയത്തി ആരാകണം, എൻ്റെ ചേച്ചി ആരാകണം, എൻ്റെ അമ്മ ആരാകണം, എൻ്റെ കാമുകി ആരാകണം, ഇതെല്ലാം അവർ പറയുന്നതനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതൊന്നും ഒരു നിയമം കൊണ്ടൊന്നും അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ അത് മലയാളത്തിൽ മാത്രമല്ലല്ലോ ഇപ്പൊ ഉള്ളത്, ഇവിടെ കുറവാ അല്ലേ? പുറത്തേക്കൊക്കെ ഇവിടെ കുറവാണ്. അവിടെ ഏത് തിയേറ്റർ റിലീസ് ചെയ്യണമെന്ന് വരെ അവർ തീരുമാനിക്കും. ഏത് പിന്നെ സെന്ററിലേക്ക് ഇത് പോകണം, എവിടെയൊക്കെ പോകണം, ഇത് എങ്ങനെ റിലീസ് ചെയ്യണം, എന്ന് റിലീസ് ചെയ്യണം എന്ന് വരെ അവർ പറയും. ഇവിടെ പക്ഷെ അത്രയായിട്ടില്ല. നമ്മുടെ പവർ ഗ്രൂപ്പ് ഇനിയും അവരുടെ ലെവലിൽ വളരേണ്ടിയിരിക്കുന്നു. ഓക്കെ, സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് മറ്റു മേഖലകളിലും നവീകരണത്തിന് വഴിതെളിക്കുമോ? സിനിമയിൽ വരുന്നത് മറ്റു മേഖലകളിൽ നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം സിനിമയിൽ മാത്രമുള്ളതല്ലല്ലോ. ഈ സംഭവങ്ങളൊക്കെ വേറെ ഏത് ഇൻഡസ്ട്രിയിലും വേറെ എല്ലാ മേഖലകളിലും ഉള്ളതാണ്. അല്ല, ഇതുപോലെ ഒരു കമ്മിറ്റി എല്ലാ മേഖലയിലും വരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു കമ്മിറ്റി കൊണ്ടുവരണം. എത്രമാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് പറയണം. അതുപോലെ ആശുപത്രികളിൽ, ജോലി സ്ഥലങ്ങളിൽ, പിന്നെ ഈ പറയുന്ന സർക്കാർ, ഇവിടെയൊക്കെ ഇതുപോലെ ഓരോ കമ്മിറ്റി വെക്കട്ടെ. അപ്പം അറിയാം. ഇപ്പോൾ സിനിമയാണല്ലോ ഏറ്റവും അധികം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മീഡിയയ്ക്കുള്ളിലും വരണം.